അപ്പോൾ ഇപ്പോൾ സമയം ഒരു ഉച്ചമുക്കാലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നെയാണ് എനിക്ക് കിളി വന്നത് ക്ലീനിങ് തുടങ്ങാമെന്ന്. അത് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ചേട്ടനെ വിളിച്ച് ചോദിച്ചപ്പോൾ ചേട്ടൻ അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ണാൻ വരത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് എനർജിയൊക്കെ കിട്ടി. അപ്പോൾ പിന്നെ തൂപ്പും തുടപ്പും ഒക്കെ തുടങ്ങാം. ആദ്യം കുറച്ച് ചിലന്തി വലയൊക്കെ അടിച്ചിട്ട് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് പണിയെടുക്കുമ്പോൾ ഒരു മടുപ്പ്, വീഡിയോ എടുക്കുമ്പം ഒരു ഇൻട്രസ്റ്റിംഗ് ആണല്ലോ. അപ്പോൾ കുറച്ച് വീഡിയോ എടുക്കുന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് എനർജിയും കൂടെ വരുമെന്ന് ഓർത്തിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോയും കൂടെ എടുക്കുന്നത്. എന്നിട്ട് ആദ്യം ഞാൻ ആ ചിലന്തി വര എല്ലാ മുറിയിലും ഫുൾ അടിച്ചിട്ടിട്ടാണ് ഞാൻ ഈ തൂക്കാൻ വേണ്ടി നിൽക്കുന്നത് ഒരുമിച്ചിട്ട്. അപ്പോൾ എല്ലാ മുറിയിലും തൂത്തെടുത്തിട്ട് ഞാൻ എല്ലാ മുറിയിലും ബെഡ്ഷീറ്റെല്ലാം വാരി ചവിട്ടി കൂട്ടി വാഷിംഗ് മെഷീനിൽ കൊണ്ടിടുകയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മുടെ ബ്ലാങ്കറ്റും കൂടെ കൊണ്ട് വെയിലത്തിടുന്നുണ്ട്. അപ്പോൾ പൊടിയൊക്കെ ആവും അതൊക്കെ ഒന്ന് പോട്ടെന്ന് വിചാരിച്ചിട്ട്. നല്ല വെയിലല്ലേ, നല്ല അടിപൊളി സുഖമുണ്ട് വെയിലത്തിട്ടിട്ടെടുത്ത് അത് കിടക്കാനായിട്ട്. എന്നിട്ട് ഞാൻ പിന്നെ അപ്പോൾ ഇതൊക്കെ ഡെറ്റോളും കുറച്ച് ലിക്വിഡും ഒക്കെ ഒഴിച്ചിട്ട് അകമെല്ലാം നല്ല രീതിക്ക് തുടച്ചെടുക്കുന്നുണ്ട്. ഞാൻ ഫുള്ള് ഇങ്ങനെ ഒരു വെള്ളത്തിൽ തുടച്ച് അങ്ങനെയല്ല കേട്ടോ, ഒരു ഇടം തുടച്ച് 2 വെള്ളത്തിൽ തുടച്ച് നീറ്റാക്കിയിട്ട് ആ വെള്ളം കളഞ്ഞ് അങ്ങനെ ഉണ്ടോ. അതുകൊണ്ട് കുറച്ചേറെ വെള്ളം ചിലവും. ഇത് കഴിയുമ്പോൾ ഞാൻ മോട്ടർ ഇടേണ്ടി വരും. അങ്ങനെയാണ് ഞാൻ തുടയ്ക്കാറ്. അപ്പോൾ ഇന്ന് കുറച്ചേറെ എനിക്ക് വൃത്തി പ്രാന്തുള്ള ദിവസമാണ്. ചില ദിവസങ്ങളിൽ മാത്രമേ എനിക്കിങ്ങനെ വൃത്തി പ്രാന്ത് ഉണ്ടാവാറുള്ളൂ. ഒന്നാമത്തെ കാര്യം, വൃത്തിയാക്കിയിട്ട് അതിങ്ങനെ വൃത്തിയായിട്ട് കിടന്നില്ലെങ്കിൽ എനിക്ക് ആകെ ദേഷ്യം വരും. പിന്നെ ഞാൻ കുറച്ച് ദിവസത്തേക്ക് അനങ്ങത്തില്ല കേട്ടോ. അടുക്കി പെറുക്കി വെച്ച സാധനങ്ങൾ അങ്ങനെ ഇരുന്നില്ല എനിക്ക് എന്തോ പോലൊക്കെ തോന്നും. പിന്നെ അടുക്കി പെറുക്കാൻ ഒരു മൂഡും കാണത്തില്ല. അങ്ങനെ ഞാൻ കുറച്ച് ദിവസം കൊണ്ട് അച്ഛനോട് മക്കളോട് തല്ലി പിടിക്കുകയാണ് അത് പറഞ്ഞിട്ട്, എടുക്കുന്ന സാധനം എടുത്തെടുത്ത് വെക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ പിന്നെ കുറേ ദിവസങ്ങൾക്ക് ശേഷം അവിടെ TV സ്റ്റാൻഡ് അവിടെയൊക്കെ തുടയ്ക്കാനൊക്കെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല പൊടിയുണ്ട് അവിടെ. ആദ്യം ഞാൻ ചൂലുകൊണ്ട് തൂത്തെടുത്തിട്ട് പോയതാണ്. എന്നിട്ട് വീണ്ടും ഞാൻ വെള്ളം മുക്കി തുണിയൊക്കെ പിഴിഞ്ഞിട്ട് കൊണ്ടുവന്നിട്ട് 2-3 വട്ടം അത് തുടയ്ക്കുന്നുണ്ട് കേട്ടോ. ആ ഫോട്ടോസിൻ്റെ പുറകിലെല്ലാം ചിലന്തി വല പിടിച്ചിട്ടുണ്ടായിരുന്നു നല്ലപോലെ. പൊടിയും എവിടെ നിന്നാണാവോ ഇത്ര പൊടിയെന്ന് എനിക്കറിയത്തില്ല. നല്ല രീതിക്ക് പൊടിയുണ്ട് അവിടെ എല്ലാം, സ്റ്റാൻഡിലും ഒക്കെ TV-യിലും ഒക്കെ ആയിട്ട്. അത് ഞാൻ കുറേ അധികം സമയം എടുത്തിട്ടാണ് വൃത്തിയാക്കുന്നത്. അപ്പോൾ പാറുവിൻ്റെ വഞ്ചി ഓടിക്കുന്നതെന്ന് അറിഞ്ഞിട്ടുണ്ട്. പാറു എല്ലാവരുടെടുത്തും ചെന്നിട്ട് എപ്പോഴും കാണിക്കട്ടെ വെയിറ്റ് നോക്കുന്നത്. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ അതിന്. അത് പൊട്ടിക്കാനൊക്കെ സമയമായി. പക്ഷെ നമ്മളിങ്ങനെ പളനിയിലൊക്കെ പോകുമ്പം പൊട്ടിക്കാമെന്ന് പറഞ്ഞിട്ട് പാറുവിനെ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിർത്തിയേക്കാം കേട്ടോ. പാറു എല്ലാവരും എവിടെ ചില്ലറ ഉണ്ടാലും ഇപ്പോൾ പെറുക്കൊണ്ട് പോയി ഇടുന്നു. മറ്റേ അച്ഛന് വരുമ്പോൾ ഓടി ചെല്ലും കേട്ടോ വൈകിട്ട്. ഇല്ലെന്ന് പറഞ്ഞാൽ അവളിങ്ങനെ പേഴ്സൊക്കെ അരിച്ചോണ്ടേ ഇരിക്കും. അപ്പോൾ ഞാനങ്ങനെ തുടച്ച് ക്ലീൻ ചെയ്ത് അടിപൊളി കുട്ടപ്പനാക്കിയിട്ടുണ്ട്. അപ്പോൾ പാറുവിന് മാത്രം അച്ഛൻ കണ്ണാടി വെച്ച് കൊടുത്തിട്ടില്ല. എന്നും പരാതി പറയും പാറുവിന് മാത്രമേ ഉള്ളൂ കണ്ണാടി ഇല്ലാത്തതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ ഈ പ്ലഗൊക്കെ വെള്ളയായതുകൊണ്ട് ഭയങ്കര അഴുക്കാണ് കേട്ടോ. അതും തുടച്ച് എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് എൻ്റെ ഏകദേശം പണിക്കുറ്റം തീർന്നു. വന്നിട്ട് നോക്കിയപ്പോഴാണ് സമയം 3:30 ആവുന്നത്. പിന്നെ ഞാൻ അവളെ പാറുവിനെ വിളിച്ചുകൊണ്ടൊക്കെ വന്നിട്ട് പിന്നെ പതുക്കെ ഇരുന്നിട്ട് ഓറഞ്ചൊക്കെ തിന്നാണ്. എനർജിയൊക്കെ പോയി. ഇനിയും എനിക്ക് കായംകുളം വരെ പോകാനുണ്ട്. അത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് പോകണോ വേണ്ടയോ എന്നൊക്കെ ആലോചിക്കണം. ഇപ്പോൾ കാശ് വന്നിട്ടേ പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ. അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്.